ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു കറിയാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ക്യാരറ്റ് കൊണ്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാരറ്റാണ് എടുക്കുന്നത്. ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്. ഇത് നമുക്ക് തോല് പൊളിച്ചെടുക്കാം. നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കൊളസ്ട്രോൾ ഇല്ലാത്ത എണ്ണയാണ്, RCMന്റെ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ച ചെറിയുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചീന്തിയിട്ട 2 പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയുള്ളി, പച്ചമുളക്, കരിവേപ്പില നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒന്നുകൂടെ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ക്യാരറ്റ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇതൊന്ന് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ക്യാരറ്റ് വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, 2 ചെറിയുള്ളി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ അരച്ച് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇത്ര കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലാക്കാം, അല്ലെങ്കിൽ കട്ടി കുറവ് മതിയെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഞാനിത്തിരി കട്ടിയിലാണ് ആക്കിയെടുത്തത്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഈ പച്ചക്കറിക്ക് അരയ്ക്കുമ്പോൾ ജീരകവും ചെറിയുള്ളിയൊക്കെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കൊടുക്കും അതിന്. അപ്പോൾ നമ്മളിത് കറിയിലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി കുറച്ച് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി, ഒരു പുളിരസത്തിന് മാത്രം കേട്ടോ. തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്ന ഗ്യാസ്. സാധാരണ മോരും തൈരൊന്നും ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ തിളപ്പിക്കുന്നില്ല. സ്വല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാവുന്ന വരെ നമുക്കൊന്നൊന്ന് തീ കത്തിക്കാം കേട്ടോ. ഒന്ന് ചൂടായാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിലേക്ക് വറവിട്ട് ചേർക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയുള്ളിയും വറ്റമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. നല്ല തൈരിൻ്റെ പുളിയൊക്കെ ഉണ്ടാവും. നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധിക സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ക്യാരറ്റ് എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വീഡിയോ. താങ്ക് യു.